ഇവിടെ മാഷെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നും തന്നെ ആകാൻ പോകുന്നില്ല. കാരണം എന്നറിയാം, നിങ്ങൾ ഭർത്താവിന് വേണ്ടി ജീവിക്കും, മക്കൾക്ക് വേണ്ടി ജീവിക്കും, പാരന്റ്സിന് വേണ്ടി ജീവിക്കും, സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിക്കും, ചുറ്റുമുള്ളവർക്ക് വേണ്ടി ജീവിക്കും. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ചെറു വിരലെങ്കിലും നിങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ? ഒരു കുഞ്ഞ് എഫേർട്ടെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെന്താ, ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക, നിങ്ങളുടെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരണം എന്നുള്ളത് ചുറ്റുമുള്ളവരുടെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? നിങ്ങളിങ്ങനെ അവരെന്നെ സഹായിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്, അവരെ ഇത് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ ഇപ്പോ ഒരു അടിമയായിട്ട് ജീവിക്കുന്നില്ലേ? ആരുടെയൊക്കെ ജീവിതകാലം മുഴുവനും അങ്ങനെ അടിമയായിട്ട് ജീവിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സ്വന്തം കാലം നിൽക്കണം, നിങ്ങൾ സ്വന്തമായിട്ട് സമ്പാദിക്കണം എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക പുരുഷന്മാരും അതിന് നോ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ നോ പറയുന്ന ഒരു കൂട്ടം പുരുഷന്മാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ ഏറെക്കുറെ പുരുഷന്മാരും ഉറപ്പായിട്ടും നിങ്ങൾ സ്വന്തം കാലം നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നോ പറയുന്നവരല്ല. എന്നിട്ടും നിങ്ങൾക്ക് എടുക്കേണ്ട എഫേർട്ട് നിങ്ങൾ എടുക്കാതെ നിങ്ങൾ ഇങ്ങനെ സ്വയം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് എത്ര നാള് ജീവിക്കും? ഇതുപോലെ മറ്റാരുടെയോ അടിമയായിട്ട് അവരെയും പ്രാഗി നോക്കി. അങ്ങനെ ജീവിക്കണോ വേണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. കൂടുതലൊന്നും ചെയ്യാനല്ല പറയുന്നത് നിങ്ങളോട്. ഒരു കുഞ്ഞ് എഫേർട്ട്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു കുഞ്ഞ് എഫേർട്ട് എടുത്താൽ മാത്രം മതി. നിങ്ങളുടെ ലൈഫ് മാറി മറിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പറഞ്ഞതല്ലോ മനസ്സിലായോ? അപ്പോഴേ ചെയ്താ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിലോ? അപ്പൊ എങ്ങനെ? മറക്കാതിരിക്കും, ജീവിക്കേണ്ടത് പോലെ ജീവിക്കും.